ഞാൻ ഒരു ലൈവ് പ്രഗ്നൻസി പ്രാങ്കാണ് ചെയ്യാൻ പോകുന്നത് വിത്ത് ഫാമിലി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നെസ്മി. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ചാനലിൽ നമ്മൾ ഫസ്റ്റ് പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പോവുക. പ്രാങ്ക് എന്ന് പറയുമ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ പ്രാങ്ക് വീഡിയോ വരുന്നത്. ഞാൻ ഒരു ലൈവ് പ്രഗ്നൻസി പ്രാങ്കാണ് ചെയ്യാൻ പോകുന്നത് വിത്ത് ഫാമിലി. ഓക്കെ, അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്നോ, നമ്മൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ എത്രത്തോളം അവരെ ശരിക്കും ഉൾപ്പെടുത്തി എടുക്കാനാവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അത് പ്രാങ്ക് തന്നെ സക്സസ് ആവുമോ ഇല്ലയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഇതൊന്ന് വിശ്വസിപ്പിക്കാനായിട്ട് കുറേ ദിവസം മുന്നേ തന്നെ ഓരോ സിംറ്റംസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രഗ്നൻസിയിലുണ്ടായിരുന്ന ഒരുപാട് സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഫുഡിനോട് അങ്ങനെ ഇഷ്ടമാവുന്നില്ല, അങ്ങനെയൊക്കെ ഓരോ ഇതൊക്കെ അങ്ങനെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ പ്രാങ്ക് സക്സസ് ആക്കാൻ പോകുന്നത്. സക്സസ് ആവുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല, ഒരു പിടുത്തവും. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത പ്രഗ്നൻസി കിറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇന്ന് അപ്പാപ്പനെ കൊണ്ട് അങ്ങാടിയിൽ നിന്ന് വാങ്ങിപ്പിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ മാറ്റിയിട്ട് ഇതാണ് കാണിക്കുക അവരെ. ഇതിൽ റിസൾട്ട് പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കാണിച്ചിട്ടാണ് ഞാൻ അവരോട് പറയുന്നത് എന്ത് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പഴയ പ്രഗ്നൻസി ടെസ്റ്റും പുതിയ ടെസ്റ്റ് ചെയ്യാനുള്ളത് എടുത്തിട്ടുണ്ട്. അതിന് പുതിയതിൻ്റെ കവർ പൊളിച്ചിട്ട് ഈ പഴയ ടെസ്റ്റ് ചെയ്ത സാധനം അതിൽ വെക്കുക. എന്നിട്ട് അതും കൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ശേഷം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതാണ് ഒരു നേരെ ഞാൻ കവറിൽ നിന്ന് ഇത് എടുക്കുന്നതാക്കാണ്. എന്നിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. എന്തറിയാനായത് നേരൊന്നും ഒരു മാറ്റമില്ല. എന്തൊക്കെ എനിക്ക് 1000 റുപ്യ കന്നിക്കില്ല. മതിയതിന് വെറ്റ് വെച്ചത് എന്നോട്. അങ്ങനെ ഉമ്മക്ക് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. അതിൽ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പതുങ്ങി നിന്ന് 10 മിനിറ്റ് കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് അറിയുമെന്നൊക്കെ പറഞ്ഞ് നിന്ന്. അങ്ങനെ ഉമ്മക്ക് കൊടുത്ത് ഉമ്മ ഒരു ഡൗട്ട് തോന്നി പുറത്തൊക്കെ പോയി നോക്കിയിട്ട് അത് തന്നെയല്ലേ എന്തായി എന്നൊക്കെ ചോദിക്കും. ഇവിടെ എത്തിയ പോരെ എന്ത് എനിക്ക് ഇന്റെ കളി കണ്ടാലേ അറിയാം. ആദ്യത്തെ പോലെ ഒന്നല്ല ഞാൻ പറഞ്ഞ അതൊക്കെ എന്താ വീഡിയോ ഞാനല്ലേ മാനോട് പറഞ്ഞു ഇങ്ങനെ ഇനി ഓനുങ്ങാട്ട് വരട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ട്. എന്താക്കാണ് നമുക്ക് പോയി ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തു. അങ്ങനെ തന്നെ റെസ്റ്റോറൻറ്റുള്ളത് പോയി ടെസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞറിയാം. നമുക്ക് മുട്ട അവിടെ കഴിച്ചിരിക്കില്ല. മുട്ട എടുക്കുമ്പോഴത്തേക്ക് നോക്കാനിക്കാൻ വന്നിട്ട് ഓളവിടെ ചെന്നാൽ അങ്ങനെ തന്നെ തൈര് ചോറിലൊഴിക്കുമ്പോഴത്തേക്ക് മരം വരട്ടിയിട്ടാണ് കുഞ്ഞൊക്കെ ഒരു പണിയെടുക്കാനായാലും ഓൾ അന്നാരെ കണ്ടാലേ ഞാൻ എനിക്കറിയാം. ഞാൻ അതാ പറഞ്ഞത് രശ്മി, എനിക്ക് ഇതാണ്. എനിക്കിതൊന്നല്ല മകനെ അങ്ങ് പറയുക, ഞാനല്ലേ പറയണ്ടേന്നൊക്കെ. ഞാൻ പറഞ്ഞ രശ്മി എനിക്ക് ഇതാണ്. 1000 ഉറുപ്പ്യ എനിക്ക് തന്നിക്കില്ല. ഞാൻ പറയാം 1000 ഓടിക്ക് കടയില്ല, റോഡിൽ കൂടി ഇറങ്ങാലേ ഇല്ല. എനിക്ക് 1000 ഉറുപ്പ്യ ഉമ്മാക്ക് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോട്ടെ എന്തോ ഒരു ബേജാറ്. വേറെ ഒന്നല്ല, എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ഇങ്ങനെ ലാസ്റ്റ് BP കൂടുതലും കുറയില്ല അങ്ങനത്തെ ഒക്കെ ഒരു കളിയുണ്ട്. ഉമ്മക്ക് നല്ല ടെൻഷൻ. അപ്പോൾ അമ്മ വേറെ ആരെയൊക്കെ വിളിച്ചു പറയണമെന്ന് അറിയില്ല. അങ്ങനെ അമ്മേനെ വിളിക്കുക. നിങ്ങൾക്കെന്താ പറയാൻ വേണ്ടി ഉറപ്പാക്കി മാറ്റലെല്ലാം കാണുന്ന പോലെ മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ഞാൻ പോകും ഇല്ലേ? അതാണ് നോക്കിക്കോ. അതായത് നമ്മൾ കാണുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ഡോക്ടർമാർ പറയുന്നുണ്ട് ആദ്യത്തെ 4 മാസം നിങ്ങൾ എന്താണ് ഫോൺ ഉപയോഗിക്കും. ആദ്യത്തെ 4 മാസം തന്നെ അല്ല ഫോൺ ഉപയോഗിക്കല് കുറയ്ക്കണം. ഇതിനകത്ത് ഫോൺ വെക്കാത്തത് റേഡിയേഷൻ കുഞ്ഞിനെ ബാധിക്കും. ശരിയായിരുന്നു.
ഒരു മാസം കഴിഞ്ഞില്ലേ? 7 മാസം ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ മാറ്റി പറയാം. ടെൻഷൻ വിചാരിച്ച് നിൽക്കണ്ട കേട്ടോ. ഒന്ന് ടെൻഷൻ നോക്കാം, ഒന്ന് ടെൻഷൻ. ചായ കുടിക്കണം. ചായപ്പൊടി ഇന്ന് പൊട്ടിച്ചിട്ട് അല്ല ഉമ്മാക്ക് എന്താണ് എനിക്കിതാണെന്ന് തോന്നാൻ കാരണം ഇതിന്റെ അടി അടിച്ച് മറ്റേതൊക്കെ എനിക്ക് ഇല്ല പക്ഷെ എനിക്കറിയാം. പക്ഷെ ഞാൻ അത്ര വർഷം നോക്കാന്നുള്ള ഇതിന് അകലാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ കണ്ടാണ് ഇതിന്റെ ഉപ്പിലിട്ട് എന്റെ കളി കണ്ടാലും ഓളെ ക്ഷീണം ഉണ്ടാകും, ഓളെ പറഞ്ഞോ ഇല്ലാത്ത കളി ഉണ്ടാലേ എനിക്കാണ്. എന്റെയോ ആ ഞാൻ ഉപ്പിലിട്ടേന് കളിച്ചിന് എന്തിനാ ഉഞ്ഞി ഉപ്പിട്ട് തിന്നു നിനക്കറിയാമോ? ഇതിനും നാരങ്ങ ഉപ്പിട്ട് തിന്നു. നാരങ്ങയിൽ ഉപ്പ് നമ്മളിട്ട് കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊന്നും കിട്ടിയല്ലോ, പച്ചാണല്ലോ. അല്ല ചപ്പാക്കാനോട് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞപ്പോ ഇത് കാണിച്ചു കൊടുത്താൽ മതി. ആ പെണ്ണ് മീരാ ജാസ്മിൻ ഞാൻ നോക്കട്ടെ ഗൂഗിളിൽ. ഇത് ഇതിൽ ഫേക്ക് ആവുന്ന കുറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇനി ഒരു ടെസ്റ്റും ചെയ്യേണ്ട, അത് ഉള്ളത് തന്നെ. അത് എനിക്ക് വേറെ ഫേക്ക് അതിന്റെ ഫേക്ക് നോക്കണ്ട, എനിക്ക് എല്ലാം തന്നെ ഞാൻ ഉറപ്പിച്ചാ നല്ലത്. സാധനം ഉണ്ടെങ്കിൽ ഇനി ഫസ്റ്റ് ഗർഭിണി ആരെങ്കിലും തന്നെ ഉണ്ട്. അത് പെട്ടെന്ന് തെളിഞ്ഞു വന്നായിരുന്നു. ഇതോ അവൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും രണ്ടുപേരെയും നല്ലോണം തെളിഞ്ഞു വന്നായിരുന്നു, മറ്റേ കളർ പോലെ തന്നെ. ഇതെന്താ എന്താ നമുക്ക് എന്തായാലും നാളെ ഒന്നും കൂടെ കൺഫേം നിൽക്കാൻ ധാരാളമാനോടൊന്നും പോരണ്ട. ഇതിപ്പോ തെളിഞ്ഞിക്കില്ലേ? പിന്നെ ഇനി നിനക്ക് തന്നാ വേണ്ടിയേ? പിന്നെ ഇന്റെ ഒരു ഗർഭിണിയല്ല കളി കണക്കില്ലേ? ആ പിന്നെ നിനക്ക് എന്നാ വേണ്ടിയേ? ഇങ്ങനൊക്കെ നോക്കിട്ട് എന്താണ് അതിനെ പൈസ കിട്ടിയത്? അല്ല ഇതല്ലാന്ന് ഉണ്ടായിരുന്നു ഞുമ്മ, ഇതല്ല ഉറപ്പായിട്ടും തരുമായിരുന്നു. സ്പോട്ടിൽ തരുമായിരുന്നു. എത്തിപ്പോയിന്ന് പക്ഷെ അത് നോക്ക് നോക്ക്. ഇല്ലല്ലേ? ഇതെന്താ രാവിലെ പീരീഡ്സ് ആയി. ഇങ്ങനെ പറ്റിച്ചൊക്കെ കണ്ടിട്ട് അല്ല അതൊക്കെ ഞങ്ങള് വെറുതെ കാണിച്ചല്ലേ. എന്നോട് ചപ്പാക്ക് അറിഞ്ഞൊന്നും ഇങ്ങനെയാകുമ്പോ പറ്റിക്കാൻ പറ്റും, അല്ലാണ്ട് നീ പെട്ടെന്ന് ഒന്നും പോയി പറഞ്ഞാലും വിശ്വസിക്കൂല. കുറച്ച് അഭിനയിച്ചു. ഞാൻ പീരീഡ്സ് പിന്നെ ഞാൻ ഒഴിച്ചു നോക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞു ഉമ്മാക്ക് എന്റെ ക്ഷീണം കണ്ടപ്പോ. ഉള്ളതാണ് ഇന്റെ ക്ഷീണം കണ്ടാ എനിക്ക് ശരിക്കും എന്താണ് ഞാൻ അത്ര തർക്കിച്ച് പറഞ്ഞത്? ഇന്റെ മോളെ തർക്കിച്ച് പറഞ്ഞെന്താന്നറിയാം? ഉമ്മ എന്നോട് പറഞ്ഞു, എനിക്കൊന്നും വിശ്വാസം വരുന്നില്ല. ഇതെന്റെ നുമേന്റെ പ്രഗ്നൻസി ടെസ്റ്റ് ആണ്. അതൊക്കെ കളഞ്ഞ് എന്റെ പൊന്നും മോളെ ഇതിലൊന്നും ആക്കിയില്ലമ്മ. ഇതൊന്നും ഒഴിച്ചിട്ട് എടുത്ത് വെറുതെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ധൈര്യത്തിൽ വിളിക്കാൻ പറഞ്ഞേ. എന്റെ ഒരു 2 ടെസ്റ്റ് ഉണ്ടല്ലോ കയ്യില്, ഞാൻ കുറച്ച് തന്നെ പറഞ്ഞല്ലോ. ഞാനിപ്പോ അമ്മേനൊക്കെ വിളിച്ച് പറഞ്ഞേ. അമ്മയും കുറച്ചൊന്ന് പറയാൻ കാട്ടെ. മുട്ട തിന്നും എനിക്ക് പോക്കാനും വരുന്നമ്മ. ഒരു മുട്ടേനെ മാറ്റി ഞാൻ തിന്നിട്ടില്ല, ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഒരു തൈര് എല്ലാരും കുഞ്ഞ വരുന്നതൊന്നും എനിക്ക് പ്രശ്നം. എനിക്ക് കല്യാണത്തിന് വിശാദം വിചാരിക്കുന്നത് ഇത്രയും പിന്നെ എന്റെ കല്യാണത്തിന് ഇങ്ങനെ മൂലയിലെടുക്കുന്ന കാര്യം അതുപോലെ വിചാരിക്കാൻ കഴിയണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ പ്രാങ്ക് വീഡിയോ. അപ്പോൾ പ്രാങ്ക് എല്ലാവരും സക്സസ് ആണ്, പക്ഷേ വീഡിയോ ശരിക്കും മര്യാദയ്ക്കൊന്നും എടുക്കാനൊന്നും ആയിട്ടില്ല. അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ നല്ല വീഡിയോ ആയിട്ട്, ചിലപ്പോൾ പ്രാങ്ക് വീഡിയോ അല്ലെങ്കിൽ ചലഞ്ചിങ് വീഡിയോ, അങ്ങനെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.